Have you ever tried waking up early in the morning and wanted to make it a habit? If yes or no, you're welcome to the 5 a.m. club. I'll be very honest here. ഒരു ഈസി ഹാബിറ്റ് അല്ല ഇത്. നല്ല പാടാണ് ഈ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത്. ഇഫ് യു ആർ നോട്ട് എ മോർണിംഗ് റേസർ ദെൻ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ യു. So in between you will find to just ignore it, just to break the cycle, but don't. If you want to be a better version of yourself, അത് keep on going ആക്കണം. Like you have to do it no matter what happens. Just stick to it at least for 3 weeks. ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. So going back to the time in which I started hearing about the 5 a.m. club is during our lockdown. കൊറോണ ലോക്ക്ഡൗൺ ടൈമിലാണ് 2020 ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. സോ ഐ തോട്ട് ലൈക്ക് ഇറ്റ്സ് എ ക്ലബ്. ഐ ലിറ്ററലി തോട്ട് 5 a.m. club is a club where people waking up at 5 a.m. join. I literally searched for that club. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജസ്റ്റ് എ ടേം കോയിൻഡ്. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിനെപ്പറ്റി വായിച്ചു, മനസ്സിലാക്കി, ക്ലോസ് ചെയ്തു. ആൻഡ് ഐ വാസ് എ വെരി ബുക്കിഷ് പേഴ്സൺ അൺടിൽ ദാറ്റ് ടൈം. ഒരു പുസ്തകപ്പുഴു, അത് പുസ്തകപ്പുഴു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പുസ്തകപ്പുഴല്ല, പഠിക്കുന്നതിനെ പറ്റി അല്ലാതെ പുറത്തെ വേൾഡിനെ പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ കൂടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ S3 പഠിച്ച സബ്ജക്റ്റ് ഏതാണ്, S7 പഠിച്ച സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റിൻ്റെ പേരും എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ് അറ്റ് ദ ടൈം. എന്ത് പറയണം, ഇത് അറിയാവുന്നതാണെങ്കിൽ തന്നെ പറയാനൊരു കോൺഫിഡൻസ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഈ 5 a.m. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് അങ്ങനെ ചിന്തിച്ചതിൽ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ നോളജ് അത്രയേ ഉള്ളായിരുന്നു, വെരി നാരോ മൈൻഡഡ്, ഒൺലി ടു ദ നോളജ് സൈഡിലും എൻജിനീയറിംഗ് ഡിഗ്രിയുടെ സൈഡിലേക്ക് മാത്രമുള്ളൊരു നോളജ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം 5 a.m. ക്ലബിനെ പറ്റി കേൾക്കുന്നത്. ബട്ട് ഞാൻ കേട്ട പാടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അങ്ങനെയൊന്നുമില്ല. 1-2 ദിവസം ഞാനത് ട്രൈ ചെയ്ത് നോക്കി, എനിക്കത് വർക്ക് ആയില്ല, വീണ്ടും കിടന്നുറങ്ങി. കാരണം 2020 ലോക്ക്ഡൗൺ ടൈമിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു, അപ്പം കിടന്നുറങ്ങുമായിരുന്നു. അപ്പം എനിക്ക് ആ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണമെന്ന് തോന്നിയില്ല. പിന്നെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ലൈക്ക് നമ്മൾ ജോലിയിൽ കയറി, അപ്പം അവിടുത്തെ ഒരു ടൈം ഷെഡ്യൂൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം വേണമെന്ന് തോന്നുമ്പോൾ അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കാര്യം മുന്നേ വായിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേച്ചാൽ എന്താണ് എന്നൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആൻഡ് ഫസ്റ്റ് വൈ ഐ വാണ്ടഡ് ദിസ് ഇസ്, എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ഒരു പ്രോഗ്രാമൈസ്ഡ് ആയി പോയതുപോലെ തോന്നി. എനിക്കിപ്പോൾ ജോലി ലൈക്ക് 8 to 5 ആണ്. സോ 8 o'clock ഞാൻ ഓഫീസിൽ ചെല്ലുന്നു, 5 o'clock ഞാൻ പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങുന്നു. സോ അൺടിൽ ദാറ്റ് ടൈം ഇസ് ലൈക്ക് പ്രോഗ്രാംഡ്. പക്ഷേ അതിന് മുന്നിലും പിന്നിലുള്ള ടൈം കൂടെ ഈ ആ ഒരു ഷിഫ്റ്റ് ടൈം അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഐ വേക്ക് അപ്പ് അറ്റ് 7 a.m. ഐ ഗെറ്റ് റെഡി, ഐ ഗോ അറ്റ് 8, കം ബാക്ക് അറ്റ് 5 or maybe 5:30, scroll a bit. I'll just think that this much time I was working, ഇനി കുറച്ച് ലെഷർ ടൈം വേണം പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് ഷോർട്സോ റീൽസോ എന്താച്ചാൽ കണ്ടിട്ട് എൻ്റെ ഡേ അങ്ങ് അവസാനിപ്പിക്കുക. അപ്പം മൊത്തത്തിൽ ഒരു മിക്സ് മാച്ച്, ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. സോ അപ്പോഴാണ് ഞാൻ ഓർത്തത്, വൈ ഐ can't do something more productive, why can people around me are doing something but I can't. അങ്ങനെയാണ് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. സോ അതാണ് ഫസ്റ്റ് തിങ്, ലൈക്ക് യു ഹാവ് സംതിങ്, യു ഹാവ് എ മോട്ടോ, ദെൻ ഫോളോ ദാറ്റ്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത്. സോ 5 a.m. I'll say you the tricks or steps how to do that. The first thing is getting a goal or a motivation to do that. So end motivation, ഞാൻ തിരിച്ച് I stay in a hostel, so I have roommates. So when I come back from work, they will also be here. അവർ ഒന്നെങ്കിൽ ഫോണിൽ ചിലപ്പോൾ പാട്ട് ലൗഡായിട്ടിടും, അല്ലെങ്കിൽ they will be talking to their family. അപ്പോൾ there's a lot of noise. I don't have any other things to listen to. അപ്പോൾ it's just like എന്താ പറയുക, ഒരു ടിപ്പിക്കൽ മെട്രോ ലൈഫ്. സംതിങ് ഈസ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ്സ് സോ വയർഡ് ദാറ്റ് ആ ലൂപ്പിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. So my actual motivation to wake up early was to get some me time for myself, to sit in some calm, കുറച്ച് ശാന്തമായി സമാധാനമായിട്ടിരിക്കാൻ കുറച്ച് സമയം വേണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ മോട്ടിവേഷൻ. കുറച്ച് ആലോചിക്കാൻ, മൈൻഡ്ഫുള്ളായിട്ട് തിങ്ക് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് സമയം വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 5 a.m. അതായിരുന്നു എൻ്റെ മെയിൻ മോട്ടിവേഷൻ ഓർ ഗോൾ.
ബട്ട് വെൻ യു റീച്ച് ടു ദാറ്റ് പോയിന്റ്, ലൈക്ക് എപ്പോഴും നമ്മൾ എഴുന്നേക്കാൻ തുടങ്ങിയെങ്കിൽ അതിന് ട്രെമൻഡസ് റിസൾട്ടാണുള്ളത്. യു ആസ് മീ, ഐ ക്യാൻ പോയിന്റ് ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് പോസിറ്റീവ്സ് ടു ദിസ് തിങ്, ലൈക്ക് വേക്കിംഗ് അപ്പ് ഏർലി. നിങ്ങൾ സാധാരണ എഴുന്നേക്കുന്നതിലും ഒരു 1 hour മുന്നേ എഴുന്നേച്ച് നോക്കിക്കേ. കുറച്ച് ദിവസം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ സാധാരണ ചെയ്യുന്നതിലും ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് പോലെ, ബട്ട് ഒരു 60 minutes നിങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ. ആൻഡ് for me it was like that, and the first thing you need is a motivation. So why should you wake up at 5 AM? എന്തിന് നീ 5 മണിക്ക് എഴുന്നേൽക്കണം? അതിന് നമുക്കൊരു റീസൺ ഉണ്ടാവണം പറയാനായിട്ട് നമ്മളോട് തന്നെ. എനിക്ക് കുറച്ച് സമാധാനത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്ത് തീർക്കണം. വർക്ക് ഇൻ ദ സെൻസ് നോട്ട് യുവർ ഓഫീസ് ജോബ്. എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് പ്രൊഡക്ടിവിറ്റി വേണം, എൻ്റേതായിട്ട് കുറച്ച് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടമുള്ള, വായിക്കാൻ ഇഷ്ടമുള്ള, അതൊക്കെ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. ആൻഡ് അത് വെച്ചിട്ടാണ്, ദാറ്റ്സ് ദ റീസൺ ഫോർ വൈ യു വോണ്ട് ടു വേക്ക് അപ്പ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സോ സെക്കൻഡ് തിങ് ഇസ് ബിൽഡ് എ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് യു. സോ ഇഫ് എനി ഓഫ് യു ഹാവ് റെഡ് ദ ബുക്ക് ഓഫ് അറ്റോമിക് ഹാബിറ്റ്സ്, ഇറ്റ് ക്ലിയർലി സേസ് ദിസ് തിങ്, ലൈക്ക് ഒരു ഗോളുണ്ട്. ഓക്കെ, ആ ഗോൾ നിങ്ങൾ ഒരു സ്റ്റേജ് വരെ ഇറ്റ്സ് ഇനഫ് ഫോർ യു ഗെറ്റ് മോട്ടിവേഷൻ, ഗെറ്റ് വോക്കിംഗ് അപ്പ്. പക്ഷേ നിങ്ങൾക്കൊരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ ഹയർ ദാൻ എ ഗോൾ. സോ ഹൗ ഡു യു ബിൽഡ് എ സിസ്റ്റം? സിസ്റ്റം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എക്സ്കർഷൻ, ടൂറിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കൊച്ചിലെ സ്കൂളിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ കിടന്നാൽ ഉറക്കം തന്നെ ശരിക്കും വരില്ലല്ലേ? ബിക്കോസ് വി ആർ വെൽ പ്ലാൻഡ് ഇൻ അവർ മൈൻഡ്. നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ രാവിലെ 5 മണിക്ക് അലാറം അടിക്കുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഫ്രഷ് ആകുന്നു, യൂണിഫോം ഇടുന്നു, സ്കൂളിൽ പോകുന്നു, ബസ്സിലിരിക്കുന്നു, ഫ്രണ്ട്സിന് സീറ്റ് പിടിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യവും കറക്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. അതുപോലെ നിങ്ങളിപ്പോഴും പ്രോഗ്രാം ചെയ്ത് വെക്കുക. ലൈക്ക് നിങ്ങൾ 5 or 5:30 ഐ ആം വേക്കിംഗ് അപ്പ്, ഐ ഹിറ്റ് ദി സ്റ്റോപ്പ് ബട്ടൺ ഓഫ് ദി അലാം, I'll woke up, I'll pray, I'll fresh up, I'll do yoga, or I'll go for jogging, or I'll read, or I'll paint, or write, whatever it is. അത് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെക്കുക. എന്നിട്ട് you tell to yourself, I'm going to do this. You write down the things that you're going to do. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. That should be your perfect system. ഇനി നമുക്ക് ഇത് ഫോളോ ചെയ്യൂ, അത് ചെയ്യൂ എന്ന് പറയാൻ ഭയങ്കര ഈസിയാണ്, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. 5 മണിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങളൊരു ഹൈ ജമ്പ് ഒന്നും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്നെപ്പോലെ എങ്കിൽ ഒറ്റയടിക്ക് പിറ്റേ ദിവസം തൊട്ട് 5 മണിക്ക് എഴുന്നേൽക്കുക, അത് വർക്കൗട്ട് ആവത്തില്ല. അത് നിങ്ങൾ പോകുന്ന സ്പീഡിൽ തിരിച്ചു വരത്തേ ഉള്ളൂ. നമ്മൾ പയ്യെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ മാറ്റി ലൈക്ക് ഇപ്പോൾ നിങ്ങൾ 7 എഴുന്നേച്ചാൽ നാളെ ഒരു 6:45 എഴുന്നേൽക്കുക, ഒരാഴ്ചയ്ക്ക് 6:45. ഗ്രാജുവലി അങ്ങനെ ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഗ്രാജുവലി മാറുക. ആൻഡ് കുറച്ച് ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണെങ്കിൽ, ഫസ്റ്റ് തിങ് ഈസ് കീപ്പിംഗ് യുവർ ഫോൺ അവേ. സോ ദാറ്റ് വർക്ക്ഡ് ഫോർ മീ ബിക്കോസ് ഐ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് അറ്റ് ദ ടൈം. മീൻസ് ഞാൻ പിന്നെ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ആളില്ല, കുറച്ച് സമയം കഴിഞ്ഞാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. അപ്പോൾ ഇറ്റ് വാസ് ഫൈൻ ഫോർ മീ. ഞാൻ എൻ്റെ ഫോൺ എൻ്റെ കാലിൻ്റെ ആ സൈഡിലുള്ള ടേബിളിൽ വെക്കാൻ തുടങ്ങി. സോ ഞാൻ എഴുന്നേച്ച് വേണം എനിക്കത് ഓഫ് ചെയ്യാൻ. അപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പാതിപ്പോയി. പിന്നെ കുറേ ശ്രമിച്ചാലേ ഉറക്കം വരുള്ളൂ. പിന്നെ ഐ തിങ്ക് ലൈക്ക് ഓക്കെ എന്തായാലും എണീച്ചില്ലെങ്കിൽ എണീക്കാം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാവർക്കും അത് വർക്ക് ആവില്ല. സോ സം പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ ഇനിയിപ്പോൾ എന്താ 5 മിനിറ്റ് ഒന്നും കൂടെ സ്നൂസ് ചെയ്തിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ ദോസ് പീപ്പിൾസ്. ഫോർ ദം യു ഫൈൻഡ് സംതിങ് എൽസ്, ലൈക്ക് മേ ബി കർട്ടൻ മാറ്റിയിട്ട് ലൈറ്റ് മുഖത്ത് വീഴുന്ന പോലെയോ, അല്ലെങ്കിൽ ഓടിച്ചെന്നിട്ട് കണ്ണിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള വേറൊരു ഐഡിയ ഈസ് ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇമ്മീഡിയറ്റ്ലി യു വേക്ക് അപ്പ്. ഇപ്പോൾ കണ്ണ് പോലും തുറക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ കണ്ണടച്ച് തന്നെ കുറച്ച് വെള്ളം സിപ്പ് ചെയ്യുക. അങ്ങനെയും നമ്മുടെ ഉറക്കം കുറേയൊക്കെ മാറി കിട്ടും. വൺസ് യു വോണ്ട് ദാറ്റ്, നമ്മുടെ മൈൻഡിൽ എത്രത്തോളം നമുക്ക് ആഗ്രഹമുണ്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ വൺ തിങ് ഐ സേ ഈസ് കീപ്പിംഗ് യുവർ ഫോൺ അവേ, ആൻഡ് അനദർ തിങ് ഈസ് ടു സിപ്പ് സം വാട്ടർ immediately you wake up. So the next thing is to find happiness in what you do. സോ ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ല, എനിക്ക് വയ്യ 5 AM ക്ലബ് ഇനി 1 വീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ പോകരുത്. ഐ വോണ്ട് ടു ഡു, ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദാറ്റ്. ആ ഒരു മെൻറ്റാലിറ്റിയിൽ എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടവും താല്പര്യവും കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 7 o'clock എഴുന്നേച്ച് 8 o'clock പോകും. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്ന് ബ്രീത്ത് ചെയ്യാൻ പോലും സമയമില്ല. പെട്ടെന്ന് എഴുന്നേക്ക്, പല്ല് തേക്കുക, കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, പോവുക, ലഞ്ച് പാക്ക് ചെയ്യുക, പോവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ പ്രോഗ്രാംഡ് ആയിരുന്നു എൻ്റെ ലൈഫ് കുറേ നാളത്തേക്ക്. അപ്പോൾ അത് മാറ്റി ഞാൻ 5 AM എഴുന്നേക്കാൻ തുടങ്ങിയപ്പം എനിക്ക് റഷില്ല, എൻ്റെ മൈൻഡിന് പ്രഷറില്ല, ഭയങ്കര കാമാണ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സിറ്റിയിൽ ആളുകൾ എഴുന്നേച്ച് തുടങ്ങുന്ന ടൈം, ഇറ്റ്സ് വെരി പീസ്ഫുൾ. നോ സൗണ്ട് ഓഫ് വെഹിക്കിൾ റാഷിങ് ഓഫ് ദ റോഡ്. ഭയങ്കര പീസ്ഫുള്ളാണ്. കുറച്ച് നേരം ഞാനാണെങ്കിൽ ഞാൻ കേർട്ടൻ മാറ്റിയിട്ട് ഇവിടെ കുറച്ച് വെട്ടം വന്ന് തുടങ്ങും 5:30 ആകുമ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല, ഇവിടെ കുറച്ച് നേരത്തെ വെട്ടം വന്ന് തുടങ്ങും, ഇപ്പോഴത്തെ കോസ്റ്റ് ആയത് കാരണം. അപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും എഴുതും, ജേർണൽ എഴുതും, കുറച്ച് നേരം ബ്രീതിങ് എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യും. ചില ദിവസം ഐ ഫീൽ ലൈക്ക് ഐ ഗോ ഔട്ട്, അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള പാർക്കിൽ പോയി നടക്കും. ചില ദിവസം ഞാൻ ഈ റൂമിൻ്റെ തന്നെ ടെറസിൽ, റൂഫ് ടോപ്പിൽ പോയിരുന്നിട്ട് എന്തെങ്കിലും എക്സസൈസ്, ജോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. ലൈക്ക് മൈ ഗോൾ വാസ് ടു ഹാവ് സം മൈൻഡ്ഫുൾനെസ്, സം പീസ് ഓഫ് മൈൻഡ്. അങ്ങനെ കുറച്ച് എനിക്ക് മീ ടൈം വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 5 AM. പക്ഷെ പോകെ പോകെ നമ്മുടെ ഗോൾസ് മാറിക്കൊണ്ടേയിരിക്കും. എനിക്ക് കുറച്ച് മീ ടൈം ആയിരുന്നു, അത് ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് ഫിറ്റ്നസ് വേണം തോന്നിയാൽ എനിക്ക് ആ ടൈം അതിന് ഒരു 20 to 30 minutes എനിക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. ഇല്ല എനിക്ക് എഴുതണം എന്നാണെങ്കിൽ എനിക്ക് അപ്പോഴും ഒരു 30 minutes എനിക്ക് എഴുതാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ടൈമിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എഴുന്നേച്ച ഉടനെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഡോണ്ട് സ്ക്രോളിംഗ് അല്ല ഞാൻ പറഞ്ഞത്. ലൈക്ക് നിങ്ങൾക്ക് എഴുതാനോ വായിക്കാനോ പടം വരയ്ക്കാനോ കളർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോയ്സ് ലൈക്ക് ഒന്ന് എഴുന്നേച്ച് ഫ്രഷപ്പ് ആയിട്ട് അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടും. ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ മോഡേൺ ആർട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കിംഗ് ആണെങ്കിൽ അത് ചെയ്യുക, ക്ലേ വർക്ക് ആണെങ്കിൽ അത് ചെയ്യുക, ക്രോഷ്യ ആണെങ്കിൽ അത് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു പ്രൊജക്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇത്രയും ദിവസം 5 AM എഴുന്നേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വർക്കിൽ പ്രോഗ്രസ് ചെയ്തു, അങ്ങനെ നോക്കുക. അതായത് നമ്മൾ കുറേയൊക്കെ എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് ഇതിൽ കണ്ടുപിടിച്ചിട്ട് ആ വഴിക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഈ 5 AM ക്ലബ്ബ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയണം. ദിസ് ഇസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഹാബിറ്റ് ടു ബിൽഡ് ഓൺ. യു വിൽ ഫീൽ ലേസി, യു വിൽ ഫീൽ ടയേർഡ്, യു വിൽ ഫീൽ ബോർഡ്, യു വിൽ ഫീൽ സോ ഫ്രസ്ട്രേറ്റഡ് ഇൻ ദ ഫസ്റ്റ് few days, but after 2-3 weeks, ഒരു 3 weeks കഴിഞ്ഞിട്ട് it will be like coming to you. ആ ഒരു പോസിറ്റീവ്സ് നമ്മൾ കണ്ടു കഴിയുമ്പം നമ്മൾ തന്നെത്താനെ അങ്ങ് എഴുന്നേച്ച് പോയിക്കോളും. ആൻഡ് ഈ 5 AM ക്ലബ്, 5 AM വേക്കിംഗ് അപ്പ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് മെൻറ്റൽ ക്ലാരിറ്റി. ഇതിന് ഞാൻ പറഞ്ഞു തരണ്ട, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് മെൻറ്റൽ ക്ലാരിറ്റി ആൻഡ് ഹൗ മച്ച് പീസ്ഫുൾ, സ്ട്രെസ് ഫ്രീ, പ്രഷർ ഫ്രീ ലൈഫ് യു ഹാവ് ഇൻ ദിസ്. നമ്മൾ എന്തൊക്കെ നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലാത്തൊരു ലൈഫാണ്, സമാധാനമില്ലാത്ത ഡേയ്സാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് വലിയ എത്ര നേടിയെന്ന് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടും വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതിൽ പകരം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മൈൻഡ് നല്ല കാമായിരിക്കും ആൻഡ് നിങ്ങളുടെ ഡേക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾ കാര്യങ്ങൾ ഓഫനായിട്ട് മറന്നു പോകുന്നവരാണെങ്കിൽ അതും ഒക്കെ മാറിക്കിട്ടും കുറേയൊക്കെ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജേർണലിംഗ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റായിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. പിറ്റേ ദിവസം രാത്രിയിൽ വന്ന് നിങ്ങൾ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ജസ്റ്റ് സ്ട്രൈക്ക് ദറ്റ് ഓഫ് ആൻഡ് യു ക്യാൻ മൂവ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് ഡേ. അങ്ങനെയൊക്കെ കിട്ടും. ഇതെല്ലാമാണ് നമ്മുടെ 5 AM. ആസ് എ സെഡ്, ഇതിനൊരു 100 ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ വർക്ക് പ്രഷർ എല്ലാം, നമ്മുടെ വർക്ക് മാത്രമായിട്ട് ലൈഫ് പോകുന്നവർക്ക് പറ്റിയ ഒരു സാധനമാണ് 5 AM ക്ലബ്. യു ജസ്റ്റ് ട്രൈ ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 3 weeks ട്രൈ ചെയ്തിട്ട് നോക്കൂ. ഇറ്റ് വിൽ വർക്ക് ലൈക്ക് മിറക്കിൾ. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആൻഡ് യു ഹാവ് മെൻറ്റൽ സ്ട്രെസ് ഫ്രീ, ക്ലാരിറ്റി, ഫുൾ നല്ലൊരു പീസ്, സമാധാനമുള്ളൊരു ജീവിതവും നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായെന്ന് നമുക്ക് തന്നെ തോന്നും. ഇറ്റ്സ് വെരി നൈസ്. ബൈ സീയിങ് ഓൾ ദിസ് എനിക്കിത് എൻഡ് ചെയ്യേണ്ടത് വേറൊരു കാര്യങ്ങൾ പറഞ്ഞാണ്. ഇഫ് യു ആർ എ നൈറ്റ് പേഴ്സൺ ആൻഡ് ഇഫ് യു ആർ സം വൺ ഹു കനോട്ട് വേക്കപ്പ് അറ്റ് 5 AM, ലൈക്ക് എനിക്ക് 12 മണിക്ക് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് 1 മണിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇഫ് യു ഡോണ്ട് ഹാവ് അറ്റ്ലീസ്റ്റ് 6 hours ഓഫ് സ്ലീപ്പ്, ദെൻ യു ആർ ഗോയിങ് ടു ബേൺ ഔട്ട്. ലൈക്ക് ഭയങ്കര ടയേർഡ്, ഭയങ്കര ദേഷ്യം, വാശി അങ്ങനെയൊക്കെ ആയിപ്പോവും. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരിക്കലും 5 AM ക്ലബ്ബ് റെഫർ ചെയ്യുകയില്ല. ഇഫ് യു ക്യാൻ ദെൻ ഓഫ് കോഴ്സ് ഡു ഇറ്റ്. അതല്ല നിങ്ങൾക്ക് 1 മണിക്ക്, 12 മണിക്ക്, അല്ലെങ്കിൽ 2 മണിക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ദിസ് ഇസ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ യു.
സോ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ നിങ്ങളുടെ നൈറ്റ് ലൈഫായിട്ട് പോവാം. ഞാനിത് എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോൾ എനിക്കൊരു തോട്ടുണ്ട്, ഇരുട്ടായി, ലേറ്റായി, നൈറ്റായി, ഇനി കുറച്ച് സിനിമ കാണുമോ സീരീസ് കാണുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അത്രേ ഇനിയേ ഉള്ളൂ, അല്ലാതെ ഇനി പ്രൊഡക്റ്റീവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു തോട്ടുള്ള ആളാണ് ഞാൻ. എനിക്കിപ്പോഴും ഉണ്ട് ആ തോട്ട്. അതുകൊണ്ട് ഞാൻ ലൈക്ക് ഒരു 10 o'clock 11 o'clock ആയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ 10 o'clock 10:30 മാക്സ്, അതിന് മുന്നേ തന്നെ ഞാൻ ഉറങ്ങും. ആൻഡ് ഞാൻ രാവിലെ 5:30ക്കാണ് എഴുന്നേൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി വെരി നൈസ്. യു ജസ്റ്റ് ട്രൈ ഇറ്റ് ആൻഡ് be the part of the 5 AM club and be more productive and so much peaceful life ആകട്ടെ എല്ലാവർക്കും. താങ്ക് യു. ബൈ.